നെറ്റിക്ക് വേദനയുള്ളവർ, തലക്ക് ഹിഡിനെസ് ഉള്ളവർ, തലക്ക് ഭാരമുള്ളവർ, അതിൻ്റെ പേരിൽ ഉറക്കമില്ലാത്തവർ, തലവേദന വിട്ടുമാറാത്തവർ, തലമുടി കൊഴിയുന്നവർ, തലക്ക് പൊള്ളുന്നവർ, പൊട്ടാൻ വരണത് പോലെ തോന്നുന്നവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസിൽ രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികളൊക്കെ കഴുത്തിനും തലയ്ക്കും അവനെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, വായിൽ നാറ്റം വരുന്നവർ, മൂക്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, തലയ്ക്ക് പശ കെട്ടിയിരിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരൊക്കെ, അതുപോലെ മുഖത്തിന് ഊത്തലുള്ളവരും, ത്വക്ക് രോഗികളും, വല്ലാത്ത അലർജികളും മുഖത്തുണ്ടാകുന്നവരൊക്കെ ഇപ്പോൾ ചെവിക്ക് ഊത്തലുള്ളവർ, ചൂട് വന്നിരിക്കുന്നവർ, ഇങ്ങനെ ഭ്രാന്തിന് മരുന്ന് കഴിക്കുന്നവർക്കുണ്ടാകുന്ന പോലെ തലക്ക് ചൂടും പെരുപ്പും ഉള്ളവരൊക്കെ തലക്കൈ വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ശിരത്തിൽ തളിക്കപ്പെടുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, ഈശോ കർത്താവേ, നിൻ്റെ മുക്കിടത്തിൽ നിന്ന് ഒഴുകുന്ന വിശുദ്ധമായ രക്തം കർത്താവേ, ശിരസിൻ്റെ രോഗം അനുഭവിക്കുന്നവരും കർത്താവേ അങ്ങ് തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് വേദനക്കാർ കർത്താവേ, ശിരസ്സിന് ഞരമ്പുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരെ കർത്താവെ, കുടുങ്ങിയിരിക്കുന്നവർ, തല പൊട്ടുന്ന പോലെ വേദന ഉള്ളവർ കർത്താവ്, തലക്ക് വേദന, ചെവിക്ക് കേൾക്കാൻ പറ്റാത്തവർ, ചെവിന് പഴുപ്പ് വരുന്നവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ കർത്താവ്, പലതരത്തിൽ തൈറോയ്ഡ് രോഗികളെ, ടോൺസിൽ രോഗികളെ കർത്താവിൻ്റെ വിശുദ്ധമായ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. മകളെ, കക്ഷത്ത് എന്തോ ഒരു കുരുവും പരുവും പോലെ വന്നിട്ട് അതിങ്ങനെ ഇടക്ക് പൊട്ടും, പിന്നെയും വരും, ഇങ്ങനെ നിൽക്കുകയാണ്. അത് കാരണം ഉടുപ്പിലൊക്കെ ചില പഴുപ്പ് അറിയാതിരുന്ന് പൊട്ടുമ്പോൾ ഉടുപ്പിൽ പഴുപ്പുണ്ടാകും. ചില സമയത്ത് അവിടെ കല്ലച്ച പോലെ ഇരിക്കും, പഴുപ്പില്ല, പക്ഷേ വലിയ മുള്ളു കുത്തണ പോലുള്ള വേദനയോടുകൂടി ഇങ്ങനെ മരവിച്ചിരിക്കും. ഈ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. മക്കളെ, ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണേ. ഉദര സംബന്ധമായിട്ട് ഒത്തിരിയേറെ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ചിലപ്പോൾ ഉദരത്തിൽ ഇപ്പോൾ ചിലക്ക് വയറ് വീർത്തിരിക്കും, ചിലക്ക് കുടലിൽ ബ്ലോക്ക് ചെയ്തിരിക്കും, ചിലക്ക് കുടലിൽ കുരുക്കളുണ്ടാകും. ഇല്ലേ? എന്തോ ഒരു സങ്കടമാണെന്നറിയാം. ഉറക്കവും വരത്തില്ല, ഉറങ്ങാനും പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാനും പറ്റത്തില്ല, വല്ലാത്ത വിഷം. വയറ്റിൽ നിന്ന് പോകാത്തറുണ്ടാകും, 2-3 ദിവസമായിട്ട് പോകാത്തവരൊക്കെ ഉണ്ടാകും. ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ അടിവയറ്റിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണം, അടിവയറ്റ് കഴിച്ച് പ്രാർത്ഥിക്കണേ. അതുപോലെ ചിലർക്ക് ഇങ്ങനെ വയറ് ഇങ്ങനെ വീർത്തുകൊണ്ട് വരും, അതായത് ആമാശയം തന്നെ അൺകൺട്രോളബിളായിട്ട് ഇങ്ങനെ വൈകസിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ സമയത്ത് ആമാശയം ചുട്ടി വരും. കർത്താവിൻ്റെ നാമത്തിൽ നീ നിൻ്റെ കൈവച്ച് വിശ്വാസപ്രമാണം, അറിയാമെങ്കിൽ വിശ്വാസപ്രമാണം ചെല്ലണം, അല്ലെങ്കിൽ യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞാൽ മാത്രം മതി. കർത്താവ് നിന്നെ സഹായിക്കുന്ന സമയമാണ്. അതുപോലെ അൾസർ രോഗികൾ അവരെ അടിവീറ്റ് കഴിക്കണം, കുടലിന്. പിന്നെ മക്കളില്ലാത്തവർ, ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 22 കൊല്ലമായി. ഇപ്പോൾ 22 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കാര്യം അറിയാമോ? ഇവിടുത്തെ മാക്സിമം ഡേറ്റ് 22ആണ്. ഇന്നുവരെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നവർ 4 വർഷം മുതൽ 22 വർഷം വരെ ആണ് ഇവിടെ നമുക്ക് ഇന്നുവരെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങൾ. 22 വർഷമായിട്ട് മക്കളില്ലാത്തവർ കർത്താവ് ഈ ആൾക്കാരിൽ നിന്ന് മക്കളെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറേ മരുന്ന് കഴിച്ചതാണ്, ഞങ്ങളത് നിർത്തി എന്നൊക്കെ പറയുന്നത്. ഇനി പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഈശോയ്ക്കൊരു നിമിഷം മതി, ഒരു നിമിഷം മതി എന്ന് പക്ഷേ നിങ്ങൾ പറയണം, കർത്താവ് ഒരു കുഞ്ഞിനെ തന്ന ജീവിതകാലം മുഴുവൻ നിനക്ക് സാക്ഷിയായി വിശുദ്ധിയോടും കൂടി, അതുപോലെ തന്നെ സാക്ഷിയായി സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കും എന്ന് പറയണം. അതങ്ങനെ പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന് പറയണം. ഒരു കൊച്ചിനെ കണ്ടിട്ട് കളിയും ചിരിയും കാണാനാണെന്നല്ല പറയേണ്ടത്. എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയണം. എനിക്ക് കുഞ്ഞിനൊക്കെ തന്നാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. പക്ഷേ കർത്താവിൻ്റെ ഒരു പോളിസി ഒരു വ്യത്യസ്തമായ പോളിസിയാണ്. കർത്താവ് പറയണത് കുഞ്ഞില്ലെങ്കിലും മഹത്വപ്പെടുത്താമല്ലോ എന്ന് പറയും, അഭിഷേകം കിട്ടിയാൽ മതിയെന്ന് പറയും.
അതാണ് ഈശോ പറയണത്. ഭക്ഷണം കഴിക്കാതെ മഹത്വപ്പെടുത്ത്, കഴിക്കണവൻ കഴിച്ച് മഹത്വപ്പെടുത്ത്, കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത്, കഴിക്കണവൻ കഴിക്കാത്തവനെ കുറ്റം പറയരുത്. അങ്ങനെയൊന്നും അതൊരു കാര്യം ദൈവദൃശ്യത്തിൽ അതൊന്നും വിഷയമല്ല. ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആന്തരിക അഭിഷേകം, നിങ്ങളുടെ ഇല്ലായ്മയുടെ മേലിൽ ആന്തരിക അഭിഷേകം കിട്ടിയാൽ മതി. അങ്ങനെയും പ്രാർത്ഥിക്കാം. പിന്നെ പക്ഷേ ഞാനിപ്പോൾ എന്തിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ചേച്ചിമാരെ കണ്ട് അവർക്ക് കൊച്ചുവില്ലെങ്കിൽ കെട്ടിത്തൂങ്ങുമ്പോൾ നടക്കുന്ന ചേട്ടത്തിമാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. ഞാൻ പറയും അവർ എന്ത് പ്രത്യേക മാനസികാവസ്ഥയാണ് അവർ കൊച്ചിനെ കൊടുക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളത് വിഷമിക്കേണ്ട. അത് നിങ്ങൾ അടിവെച്ച് കൈവെക്കുക. കർത്താവ് നിനക്ക് കുഞ്ഞിനെ തരും. എന്നിട്ട് ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറയണം ശരിക്കും. അപ്പം അതുപോലെ നടുവേദനക്കാരല്ലേ, നടുവിന് വേദനയുള്ളവർ, നമുക്കറിയാം നടുവിനൊക്കെ വേദന വന്നുള്ള അവസ്ഥ എന്താ? ഒരു ജോലിയും നടക്കത്തില്ല, ഒന്ന് മലന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല, മനുഷ്യന് ചരിഞ്ഞ് പോലും കിടക്കാൻ പറ്റത്തില്ല. ചിലക്ക് 5 കസ, ഇപ്പോൾ ഗൂഗിൾ മീറ്റിലൊക്കെ കണ്ടവർ അച്ഛാ എൻ്റെ 5 കസേരയൊക്കെ തെറ്റിക്കിടക്കണമെന്നൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് സങ്കടം വരുന്നത് കേൾക്കുമ്പോൾ. അതൊക്കെ കേൾക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഒരു കസേര തെറ്റിയാൽ തന്നെ എന്തോ ഒരു മനുഷ്യന് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഒരു ജോലി വരാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഓരോരുത്തർ ഇരിക്കാൻ പറ്റത്തില്ല. ആ മുഖത്ത് നോക്കും, വേദനയുള്ളതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും റിലേ പോയിരിക്കുന്ന മുഖമാണെന്ന്. അപ്പം അതെല്ലാം നമ്മൾ ഈ സമയത്ത് കർത്താവിൻ്റെ ദൃശ്യനെ ഓർക്കുക. എൻ്റെ മക്കളെ, എവിടെയെല്ലാം രോഗമുണ്ട് അവിടെയെല്ലാം നിങ്ങൾ കൈവെക്കുക കർത്താവിൻ്റെ നാമത്തിലെ. എവിടെയെല്ലാം രോഗമുണ്ട് അവിടെയെല്ലാം കൈവെക്കൂ. ഇനി ജനനേന്ദ്രിയത്തിലാണെങ്കിലും നിങ്ങൾ പ്രൈവറ്റുള്ള സ്ഥലത്താണ് ഇരിക്കണമെങ്കിൽ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ബ്ലീഡിങ് മാറാത്ത ആൾക്കാരില്ല, അടിവെച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അവർ. ബ്ലീഡിങ് വന്നിട്ട് മാറാത്തവർ, പിരിസൊക്കെ അല്ലാത്തവർ, പിരിസ് ഇങ്ങനെ 7 മാസം കൂടുമ്പോൾ വരണവർ, പിന്നെ വന്നാൽ തന്നെയും ഭയങ്കര കഠിനകരമായ വേദന അനുഭവിക്കുന്നവർ, നിലത്ത് കിടന്ന് ഉരുളുന്നവർ, ഇങ്ങനെ കുറേ തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അതായത് അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. എവിടെയെല്ലാം വേദനയുണ്ടോ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. ഈശോയെ, പുറത്ത് പറയാവുന്ന രോഗങ്ങള്, പറയാൻ പാടില്ലാത്ത രോഗങ്ങള്, പലതരത്തിലുള്ള ആന്തരിക സംഘർഷം അനുഭവിക്കുന്നവരെ എല്ലാ രോഗങ്ങളെയും അങ്ങ് തൊടണമേ. കർത്താവേ, സിസ്റ്റുകളെ, ഈശോയുടെ രോഗങ്ങള് ഈശോയെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, അൾസർ രോഗങ്ങള്, അർസസ് രോഗങ്ങള്, ആന്തരിക അവയവങ്ങൾക്ക് ഈശോയെ കേടുപാടുള്ളവരെ യേശുവിന്റെ നാമത്തിലെ, ത്വക്ക് രോഗികള്, അലർജി രോഗികള് യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇപ്പം നമ്മൾ ഗൂഗിൾ മീറ്റ് തുടങ്ങുമ്പോഴെല്ലാവരും ഒത്തിരി പേര് ജോലിയില്ലാത്തതിൻ്റെ വേദനയാണ്. കാരണം ജോലി നഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജോലിക്ക് കയറാൻ പറ്റണില്ല, ജോലിക്ക് ട്രൈ ചെയ്ത് സഞ്ചരിച്ച് പോകാൻ പോലും പറ്റാത്തവരുണ്ട് പലതരത്തിലും. അപ്പോൾ അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. നിങ്ങൾ അവരെ ഓർക്കണം. നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് എൻ്റെ കാര്യമല്ലെന്ന് വിചാരിക്കരുത്. അത് ക്രിസ്തീയമല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുമല്ല നിങ്ങൾ. അപ്പം അതുകൊണ്ട് ജോലി ഇല്ലാത്തവർ നിങ്ങൾക്കറിയാവുന്നവർ ഈ സമയത്ത് അമ്മമാരാൻ്റെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് വലിയ പ്രശ്നമാണ്. ജോലിയില്ലാതെ ജീവിച്ചു കഴിയുമ്പോൾ ഒരു കുടുംബത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാണ്ട് വരും. അതിൻ്റെ പേരിലുണ്ടാകുന്ന വേറെയും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ വേറെ ഒത്തിരി. സമാധാനം തന്നെ ഉണ്ടാകത്തില്ല. ആധ്യാത്മികതയും പോലും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ വിഷമത്തിലാകും. ഇപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രായമായവരെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ഈ പ്രായമായവരെയൊക്കെ ആരും നോടുകയെന്ന് കുത്തുകയെന്ന് ഇടുകയൊന്നും ചെയ്യരുതേ. എല്ലാം പണി കിട്ടുന്ന പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പ്രായമായവരോട് മര്യാദയില്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദൃശ്യത്തിന് അനുതാപപ്പെടണമെന്നാണ് ഇപ്പോൾ കർത്താവ് ആവശ്യപ്പെടുന്നത്. അവരെ തട്ടിക്കളിക്കുക, ഉന്തി പുറത്താക്കുക, അവർക്ക് വേണ്ട സമയത്ത് മരുന്ന് കൊടുക്കാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവരെ മനസ്സിനെ പീഡിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ
പരിപാടികൾ അങ്ങ് അവസാനിപ്പിച്ചേക്കണം, മാപ്പ് ചോദിച്ചേക്കണം. നീ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടുന്നത് കൊണ്ടാണ് അച്ഛന് ഈ ദർശനം ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഈ ഒരൊറ്റ വിഷയം കൊണ്ട് തന്നെ നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നിന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നീ ഏറ്റവും മോശം കക്ഷിയാണെന്ന് നീ വിചാരിക്കരുത്. നിന്നെ കർത്താവിനെ അനുഗ്രഹിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ കർത്താവ് പറഞ്ഞില്ലേ ധനികനോട്, നിനക്കൊരു കുറവുണ്ട്. ചിലപ്പോൾ ആ ഒരു കുറവായിരിക്കും ഇത്. ചിലപ്പോൾ ഇതിൻ്റെ പ്രായമുള്ളവരോട് നീ കാണിക്കുന്ന ദാർഢ്യം എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു കുറവ് ആണെങ്കിലും ഒരു കുറവ് കർത്താവ് അത് പറയും. അല്ല 9 നന്മയുണ്ടല്ലോ, ഒരു കുറവല്ല, അത് ആരെയില്ലെന്ന് കർത്താവ് കണ്ണടക്കത്തില്ല. ഒരു കുറവ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ കാണിച്ചു തന്നിരിക്കണം, കർത്താവ് ദർശനത്തിൽ കാണിച്ചു തന്നിരിക്കണം ഈ വിഷയമല്ലേ. നിന്നേക്കാൾ പ്രായമായി ഇങ്ങനെയൊക്കെ കിടക്കണം നിർബന്ധമില്ല. നിന്നേക്കാൾ മുതിർന്ന വ്യക്തികളോട് നീ ഒരു അവഗണനയോ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം നിൻ്റെ പെരുമാറ്റം ഉണ്ടെങ്കിൽ ഇപ്പം നീ അത് അവസാനിപ്പിച്ചാൽ നിനക്ക് ഇന്ന് കർത്താവ് അനുഗ്രഹം തരും. പ്രത്യേകിച്ച് നല്ല ദിവസമാണ്, അമ്മയുടെ ജന്മദിന ദിവസമായതുകൊണ്ട് ഇതൊക്കെ വലിയ ആഘോഷത്തോടുകൂടി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വലിയ കാര്യങ്ങളാണ്. ശ്രുതികട ലലിയ കർത്താവെ, പുതിയ രോഗികളെ കർത്താവ്, ജീവിത അവസ്ഥകള്, ജീവിതത്തിന് സമാധാനം, ഓരോരോ കാരണങ്ങൾ കൊണ്ടില്ലാത്തവർ, കേസുള്ളവർ, വീടില്ലാത്തവർ, കർത്താവ് മക്കളുടെ വിദ്യാഭ്യാസം ഒത്തുവരാത്തവർ, അവർക്ക് ജോലിയില്ലാത്തവർ, അഡ്മിഷൻ കിട്ടാത്തവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, ഈശോ അവരെ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ വെക്കാൻ പോണവർ, വെച്ചിരിക്കുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, അങ്ങനെയുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, കർത്താവ് അതിൻ്റെ അവരുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവൻ്റെ മികവിൻ്റെ തെളിവിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, OIT-ക്കാരെ കർത്താവ്, അതുപോലെ തന്നെ കർത്താവ് ആദ്യ പരീക്ഷയുള്ളവർ, MOS പരീക്ഷയുള്ളവർ, വ്യത്യസ്തങ്ങളായ യോഗ്യതാ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാരെ കർത്താവ് അകന്ന് കഴിയുന്നവർ, ഒരേ വീട്ടിൽ താമസിച്ചിട്ട് മാനസികമായി അകന്ന് കഴിയുന്നവർ, പലതരത്തെ വേദന അനുഭവിക്കുന്നവർ, കർത്താവേ ഗർഭിണികളെ ഉള്ള ഗർഭത്തിച്ച് പിന്നെ രോഗമുള്ളവർ, വയറൊക്കെ വെച്ചിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കാണിച്ചു തരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന ഗർഭത്തെ ശിശുക്കളുടെ സൗഖ്യത്തിൽ കർത്താവിന് സ്വോത്രം ചെയ്യുന്ന കർത്താവ്, ശരീരത്തിലെ വേദന കുരുക്കളുള്ളവരെ, നെറ്റിക്ക് 2-3 കുരുക്കൾ ഒരിക്കലും മാറാൻ നിൽക്കുന്നവരെ ഇപ്പോൾ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, മുടി കൊഴിച്ചുള്ളവരെ സുഖപ്പെടുത്തുന്ന നന്ദി പറയുന്ന കർത്താവേ, കർത്താവ് ഉള്ളം കാലം ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിൽക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, ഉള്ളം കാലം ഉച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം നിൽക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന, മാറിയ രോഗങ്ങളെ, തിരാബസികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവ്. കുടുംബ സമാധാനം ഇല്ലാത്തവരെ കർത്താവ്, വഴക്ക് കേസുകള്, വാക്കാണങ്ങള്, പോലീസ് കേസുകള്, പല കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, വ്യവഹാരങ്ങൾ കർത്താവ് യേശുക്രിസ്തു നീതി സമാധാനം നേടുവാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിന്റെ അടയാളത്തിൽ കുടുംബങ്ങളെ ആശീർവദിക്കപ്പെടട്ടെ. തന്നെ ആശ്രയിക്കുന്നവർക്ക് ഈ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം മാർഗങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നെ ഓൺലൈൻ ഉടമ്പടി, മലയാളം ഇംഗ്ലീഷ്, ലൈറ്റ് ക്യാൻഡിൽ മലയാളം ഇംഗ്ലീഷ്, പിന്നെ ഗൂഗിൾ മീറ്റ്, ഗ്ലോബൽ റോസരി, അത് എത്ര മണിക്കൂർ? 3-3.5 മണിക്കൂർ. അതിൻ്റെ അകത്ത് ദിവ്യകുർബാനയുണ്ട്, ദിവ്യകുർബാന ആരാധനയുണ്ട്, ജപമാലയുണ്ട്, വിഷയങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്കുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു 10-32 കൊല്ലത്തെ ആരാധനയാണ്, ലക്ഷക്കണക്കിന് ജപമാലയും ലക്ഷക്കണക്കിന് ധ്യാനങ്ങളും ഒക്കെ ഇതിൻ്റെ ആസ്തിയാണ്. ഇതിനേക്കാൾ വലിയ ആസ്തിയാണ് ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ചുമ്മാ അമ്മയോട് കൃപാസനത്തിൽ കയറി ചുമ്മാ അമ്മയെന്ന് വിളിച്ചും പോയാൽ മതി. ചുമ്മാ നിങ്ങളുടെ മനസ്സറിയാവുന്ന അമ്മ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. പക്ഷേ അച്ഛൻ്റെ സുവിശേഷ പ്രഭാഷണം നിങ്ങൾ കേൾക്കണം. ഓരോരോ ആഴ്ചയിലും പറയുന്ന സുവിശേഷ പ്രഭാഷണങ്ങൾ, ഞാൻ കഥയൊന്നും എനിക്ക് പറയത്തില്ല, ദൈവത്തിൻ്റെ വചനം മാത്രമേ പറയത്തുള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കളുമായിട്ട് നേരിട്ടുള്ള സംവാദനമായതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വചനം നിങ്ങളിത്ര ബോറാണെങ്കിലും കഥകളൊന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു മധുരം തോന്നിയില്ലെങ്കിലും ആ വചനം മാത്രം മക്കൾ ശ്രദ്ധിക്കണം. അപ്പോൾ സദ്യ വെളിപാടുകളൊക്കെ അതാത് ദിവസങ്ങളിൽ കിട്ടുന്ന ദൈവികമായ ജ്ഞാനങ്ങൾ നിങ്ങൾ ദൈവത്തിൽ വളരാൻ, കൃപയിൽ വളരാൻ വേണ്ടി ശ്രദ്ധിച്ച് അത് നടപ്പിൽ വരുത്തി വരുമ്പോൾ നിങ്ങൾ ദൈവ പൈതലായി മാറും. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ പിന്നെ എന്ത് വചന കൃപാസനത്തിൽ നിന്ന് എന്ത് കിട്ടിയ എൻ്റെ മക്കൾ അപ്പോൾ ഷെയർ ചെയ്യണം. കാര്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, മറ്റുള്ളവരെ ഈശോനെ അറിയിക്കുക.
അപ്പോൾ ദൈവം നിന്നെ കൃപ നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പം സമാപനാശീർവാദം സ്വീകരിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം ആരാധന 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 യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ സ്തുതി യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ സ്തുതി സ്തുതി ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ ആവേ ആവേ